ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അല്പസമയം വചനം ധ്യാനിക്കാനായി ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം 25-ാമത്തെ വാക്യം. ദാനിയേൽ 8-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവൻ നയചാതുര്യത്താൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും സ്വന്തം ഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് കരുതലില്ലാതിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും രാജാതിരാജനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുന്നതിനോട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ, മറ്റ് പല പുസ്തകങ്ങളിലും സൂചനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് വരുന്നതിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം അന്തിക്രിസ്തു വരും. അപ്പോൾ അന്തിക്രിസ്തു വരുന്നതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. അവൻ നയചാതുര്യത്താൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും, അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്, സ്വന്തം ഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് കരുതലില്ലാതിരിക്കുന്ന പലരെയും നശിപ്പിക്കും. സ്വന്തം ഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് കരുതലില്ലാതിരിക്കുന്ന പലരെയും നശിപ്പിക്കും. മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-ാമത്തെ വാക്യം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ദൈവം പറയുന്ന വാക്കുകൾ അതൊക്കെ സത്യമാണ്, നിത്യമാണ്. ലോകത്തിൽ ഫിലോസഫിയുണ്ട്, തത്വശാസ്ത്രങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, സംസ്കാരങ്ങളിലുള്ള ചില സൂചനകൾ, അല്ല അവർ നയിക്കുന്ന ചില രീതികളുണ്ട്. ഇതൊന്നും സ്ഥായിയായി സ്ഥിരമായി നിൽക്കുന്നതല്ല, മാറിപ്പോകുന്നതാണ്. എന്നാൽ ദൈവം പറഞ്ഞ വാക്കുകളൊക്കെ നിത്യമായി നിൽക്കുന്നതാണ്. നമ്മുടെ ചെറിയ പ്രായത്തിലും അത് സത്യമാണ്, ഒരു മധ്യവയസ്സിലും അത് സത്യമാണ്, പ്രായാധിക്യത്തിലും അത് സത്യമാണ്. ദൈവത്തിൻ്റെ വാക്കുകളോട് എത്ര വിശ്വസ്തത പുലർത്തുന്നു അവൻ സുരക്ഷിതനാണ്, അവൻ്റെ യാത്ര സുഖമായി മുന്നോട്ട്. നമ്മളിവിടെ വായിച്ച ആദ്യത്തെ വാക്യത്തിൽ അന്തിക്രിസ്തു വരുമ്പോൾ പലരെയും തെറ്റിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് സ്വന്തം ഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് കരുതലില്ലാതിരിക്കുന്ന ആളുകളെ തെറ്റി. സ്വന്തം ഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് കരുതലില്ലാതിരിക്കുക. അപ്പം കരുതലില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ഫിലോസഫി ഒന്നും ചിന്തിക്കേണ്ട, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. കരുതലില്ല. അപ്പം കരുതലില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ കരുതലില്ലാത്തതാണോ? അല്ല, ആവശ്യം പോലെ കരുതലുണ്ട്. എന്തിൽ കരുതലുണ്ട്? നമ്മൾ കരുതലില്ലാതെ ഒന്നും ജീവിക്കുന്നവരല്ല, കരുതൽ ആവശ്യം പോലെ ഉണ്ട്. എന്തിന്? മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര കരുതലാണ്. പണത്തിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, അങ്ങനെ ഭൗതികമായ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് വിശദാംശങ്ങളിൽ കരുതലുള്ളവരാണ്. പക്ഷേ കർത്താവ് നമ്മളോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, അതാണ് ഞാൻ രണ്ടാമത് വായിച്ചത്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയും. എൻ്റെ ഈ കാര്യങ്ങളിൽ, ഭൗതിക കാര്യങ്ങളിൽ ഞാൻ ഇത്ര കരുതലുള്ളവനാണെങ്കിൽ എനിക്ക് ആത്മീയ കാര്യത്തിൽ കരുതൽ കാണിക്കാൻ 2 യജമാന്മാരെ സേവിക്കാൻ ആർക്കുമില്ല. അതുകൊണ്ടാണ് താഴെ കർത്താവ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അതിൻ്റെ 31-ാമത്തെ വാക്യം. എന്ത് തിന്നും, എന്ത് കുടിക്കും, ഏത് കോഴ്സിന് പോകും, ദൈവത്തിൻ്റെ കാര്യത്തിൽ എത്ര സൂക്ഷ്മത നമുക്കുണ്ട്.
നമുക്ക് കരുതലോടെ ഇരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു കരുതലേ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ വളരെ കരുതലുള്ളവരാണെങ്കിൽ അത് തീർന്നിട്ട് വേണ്ട. എന്താ ഈ അലക്കൊഴിഞ്ഞിട്ട് വേണ്ട കാശിക്ക് പോകാന്ന് പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ ഇതിന് പോകാൻ? ഇത് കഴിയാൻ പോവാണോ? ഇല്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ രണ്ടുപേര് കാണുമ്പോൾ ആദ്യം സംസാരം എന്താണ്? സുഖമാണോ സഹോദരൻ എന്ന് കഴിഞ്ഞാൽ അടുത്തെന്താണ്? കൊച്ചിൻ്റെ വിദ്യാഭ്യാസം എന്തായി? നമ്മുടെ സംസാരമാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ വല്ലാതെ പിടിക്കപ്പെടുകയാണ്. ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്താ കാര്യം? ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് എൻ്റെ കാര്യങ്ങളെ നന്നായി കൊണ്ടുപോകാൻ പറ്റും. അതാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് കരുതലില്ലാതിരിക്കുന്നവർ. ഏത് കാര്യത്തിൽ? അത്രേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് എന്തിലാണ്? ബാങ്ക് ബാലൻസ്. ഓരോ ദിവസം കഴിയും തോറും നമുക്ക് വിട്ടുകൊടുക്കാൻ, ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ധൈര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ വമ്പ്? എനിക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും? എൻ്റെ കയ്യിൽ പൈസയുണ്ട്, എനിക്ക് പദവിയുണ്ട്, എനിക്ക് ബന്ധങ്ങളുണ്ട്. കരുതലില്ലാതെ പോകുന്നു. ഭൂമിയിൽ നിക്ഷേപം വർദ്ധിക്കുന്തോറും കരുതല് കുറയും. ഏത് കരുതല്? രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റുമെന്ന് ഏത് സഭ പഠിപ്പിച്ചാലും, ഏത് പ്രസംഗൻ പഠിപ്പിച്ചാലും 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിന്റെ സൃഷ്ടിതാവ് പറഞ്ഞു വെച്ചു, പറ്റത്തില്ല. രണ്ടിൽ ഏതെങ്കിലും ഒന്നേ പറ്റൂ. വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ കൈമാറിക്കഴിഞ്ഞാൽ സുരക്ഷിതമായി നമ്മൾ എത്തേണ്ടിടത്ത് ദൈവം എത്തിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, താഴെ പറഞ്ഞില്ല, എന്താ പറഞ്ഞത്? ഈ കാര്യങ്ങളൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഒറ്റ ജന്മമേ ഉള്ളൂ, ഒറ്റ ജീവിതമേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ നോക്കാൻ നമുക്ക് സമയമില്ല. അത് ഏതൊക്കെ? എൻ്റെ ആത്മീയ കാര്യവും ഭൗതിക കാര്യവും രണ്ടും കൂടെ നോക്കാൻ സമയമില്ല. അതുകൊണ്ട് കർത്താവ് പറയണം, അതൊക്കെ ജാതികൾ നോക്കുന്നു. പിന്നെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. നിങ്ങൾക്ക് എന്താവശ്യമെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയും. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, നമുക്ക് എത്ര ധൈര്യമുണ്ട് ആ കാര്യത്തിൽ? പ്രത്യേകിച്ചും ഞാൻ പാരൻസിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കളെ കുറിച്ച് ദൈവം തിരക്കഥ എഴുതി കഴിഞ്ഞു. തിരക്കഥ എന്ന് പറഞ്ഞാൽ അറിയാലോ, നേരത്തെ എഴുതിയിട്ട് പിന്നെയാണ് സിനിമ പിടിക്കുന്നത്. അതാണ് തിരക്കഥ. ദൈവം നിങ്ങളുടെ മക്കളെ കുറിച്ച് തിരക്കഥ എഴുതി കഴിഞ്ഞു. ഇനി നിങ്ങൾ മധ്യസ്ഥ അണക്കണം. എന്തിനു വേണ്ടി? കർത്താവെ അങ്ങനെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ആ തിരക്കഥ പോലെ അവൻ്റെ ജീവിതത്തെ ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് ഞാൻ വിടണം. തിരക്കഥ എഴുതി, ദൈവമാണത് ആക്കുന്നത്. പക്ഷേ ഞാൻ വിടൂല. നിങ്ങളുടെ സ്വപ്നങ്ങളെ താഴ്ത്തി വെക്കാതെ കുറെ അഭിനയിക്കാമെന്നല്ലാതെ സംഗതി ഒന്നും. എന്തുകൊണ്ട് വെക്കാത്തെന്നറിയാമോ? അഹങ്കാരം. എന്തഹങ്കാരം? വമ്പ് ഭാവിക്കുന്നു. അവിടെ ഇരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ? നയചാതുര്യത്താൽ സാത്താൻ നമ്മളെ പറഞ്ഞ് പറ്റിച്ചു. എന്താണ്? ഒരുവന്റെ ധനസമൃദ്ധിയാണ് അവന്റെ ജീവന്റെ ആധാരം. നിങ്ങൾക്ക് എത്ര പണമുണ്ടെങ്കിലും അതല്ല ജീവന്റെ ആധാരം. ഒരു കാര്യം, ഞാനൊക്കെ ഇപ്പോൾ വയസ്സന്മാരുടെ ഗണത്തിലേക്ക് ചാടിയെന്ന് തോന്നുന്നേ. ആ ഒരു പ്രായത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാമോ? ഭയം. എന്ത് ഭയം എന്നറിയാമോ? എന്നെ കൈവിടുമോ എന്നുള്ള ഭയം. ദൈവത്തെ സേവിച്ചാൽ
നാളെ ആളുണ്ടാവും ഞാൻ പറഞ്ഞില്ല, പക്ഷെ അന്ന് ആരുണ്ടാവും? കാര്യം ഇപ്പോഴും നിങ്ങളുടെ ഫൗണ്ടേഷൻ ആരുടെ മേലാണ്? കർത്താവിലാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ കർത്താവിലാണെങ്കിൽ നാളെ ആരുണ്ട്? ഇന്ന് നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ ശമ്പളത്തിലും നിങ്ങളുടെ സ്വത്തിലൊക്കെ ആണെങ്കിൽ നാളെ ഇതൊന്നും പ്രയോജനം വരാത്ത ഒരു കാലം വരും. അപ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷനൊക്കെ ഇപ്പോഴേ നമ്മളത് ചെയ്യണം. അപ്പം മകൾ എന്നെ കൈവിടുമോ, മകൻ എന്നെ കൈവിടുമോ എന്നുള്ള പേടി അന്നില്ല. കാര്യം ഇന്ന് മകൻ്റെയും മകളുടെയും ശമ്പളത്തിലല്ല ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ജോലിയിലല്ല ഞാൻ ജീവിക്കുന്നത്. ഗവൺമെൻറ് ജോലിയുള്ളവരോ വേറെ ഏത് ജോലിയുള്ളവരോ നിങ്ങളുടെ ശമ്പളം കിട്ടുമ്പോൾ നിങ്ങളോട് പറയണം, എനിക്ക് ശമ്പളം തരുന്ന ഗവൺമെൻറ് അല്ല, എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ ദൈവമാണ് തരുന്നത്. അതിന് ദൈവം ഗവൺമെൻറ്റിന് ഇത് നിങ്ങളെ പഠിപ്പിക്കണം. അത് പറയുമ്പോൾ സമാധാനം കൂടും, ധൈര്യം കൂടും. നാളെ മക്കൾ കൈവിടുമോ? ഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് കരുതലോട് ഇരിക്കുന്നില്ല. ഏത് കാര്യത്തിൽ? ആത്മീയ കാര്യത്തിൽ കരുതലോടിരിക്കണം. സാത്താൻ വഞ്ചകനാണ്. കൈ പിടിച്ചവൻ കൈ ഇടുന്നില്ല. നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? അവൻ നിന്നെ വലങ്കൈക്ക് പിടിച്ചു. നീ പിടിച്ചെന്നല്ല, അവൻ നിന്നെ പിടിച്ചു. ഈ വലങ്കൈ എന്ന് പറഞ്ഞാൽ രണ്ട് കൈയിൽ കൂടുതൽ സ്ട്രെങ്ത്, കൂടുതൽ ശക്തിയുള്ള കൈ വലങ്കൈ. ഈ ദൈവമാണ് എൻ്റെ ആശ്രയം എന്നുള്ള നമ്മുടെ ഉള്ളിലേക്ക് കയറട്ടെ. ലോകമല്ല, ജാതീയരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ജാതീയരാണ് ഒരുമിച്ച് കൂടുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം. ലോകത്തിന്റെ സന്ദേശമല്ല ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ മെസ്സേജ് നിന്ന് എടുത്ത് യൂട്യൂബിലിടും, ആൾക്കാർ വിചാരിക്കും ഇവനെ നേരത്തെ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും മാനസികവാസത്തിൽ കൊണ്ടുപോകണം. ലോകത്തിന്റെ സന്ദേശമല്ല ഞാൻ ഈ പറയുന്നത്, ദൈവരാജ്യത്തിന്റെ സന്ദേശമാണ്. നമ്മൾ ഈ ലോകക്കാർ അല്ല. എന്ത് തിന്നും എന്ത് കുടിക്കും എന്നതിനെ കുറിച്ച് വിചാരപ്പെടല്ലേ. നമുക്ക് വിചാരപ്പെടാൻ എത്രയോ കാര്യങ്ങളിരിക്കുന്നു, രണ്ടും കൂടെ നോക്കാൻ സമയമില്ല. കർത്താവ് നമ്മളെ രക്ഷിച്ചത് ഒരു പുതിയ ജീവിത രീതിക്ക് വേണ്ടിയാണ്. പഴയത് കഴിഞ്ഞു. ഇത് ദൈവരാജ്യത്തിൻ്റെ ജീവിതമാണ്. ദൈവരാജ്യത്തിൽ പറയുന്നതായിരിക്കട്ടെ നമ്മുടെ ആപ്തവാക്യം. ലോകം പറയുന്നതല്ല. ഈ ലോകം നിങ്ങളെ രക്ഷിക്കത്തില്ല. അനേകരെ വഞ്ചിച്ചു. നിങ്ങളെ ദൈവം വീണ്ടെടുത്തു, നീ തനിക്കായി വീണ്ടെടുത്തു. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. കർത്താവിനറിയാം, നമ്മുടെ ആവശ്യങ്ങൾ അറിയാം, നമുക്ക് വേണ്ട പ്രൊട്ടക്ഷനെ കുറിച്ച് ദൈവത്തിന് അറിയാം. ദൈവം നമ്മളെ കരുതുന്നവൻ. അതുകൊണ്ടാണ് പറയുന്നത് ജീവിതത്തെക്കുറിച്ച് കരുതലില്ലാതെ ജീവിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ദൈവം നമ്മളെ കരുതുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും കരുതുന്നു. എൻ്റെ തലയിലെ ഒരു രോമം താഴ്ത്തു വീഴുന്നത് കർത്താവ് അറിയാതെയല്ല. രോമം താഴ്ത്തു വീഴത്തില്ലെന്നുള്ളതാണ് ഇന്നത്തെ തിയോളജി. അങ്ങനെ കർത്താവ് പറഞ്ഞില്ല. രോമം താഴ്ത്തു വീഴും, പക്ഷെ വീണാലും കർത്താവ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സഭയോട് ദൈവം പറയുന്നത്, ഞാൻ അറിയുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിന്നെ കഷ്ടത മാറ്റൂ, നിന്നെ ഒന്നും ചെയ്യുന്നല്ല പറഞ്ഞത്. ഞാൻ ഒരിക്കൽ ഒരു കൊച്ചു പെൺകുട്ടി രാത്രി, ഒരു മലയോര പ്രദേശമാണ്, ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് ഓടി ഇങ്ങ് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ തടഞ്ഞെടുത്ത് ചോദിച്ചു, മോളെ നിനക്ക് ഈ രാത്രി ഓടി പേടിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ്, ഇതേ നോക്കാം, മല കണ്ടോ, അവിടെ ഒരു വെളിച്ചം കണ്ടോ, അതെൻ്റെ വീടാണ്, അവിടെ ഇറയത്തിരുന്ന് എൻ്റെ അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവളുടെ ധൈര്യം എന്താണ്? എൻ്റെ അപ്പൻ നോക്കിക്കൊണ്ട്. ആ അപ്പൻ്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ വെച്ചു കൊടുക്കാൻ മടിയെന്താ? എന്തിനാ ഇത്രമാത്രം കരുത്? അതുകൊണ്ട് എന്താ, രണ്ടും കൂടെ നടക്കത്തില്ല. ഈ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. ആ ജീവിതം ഏറ്റവും മനോഹരമാണ്.